ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 4 അല്ലി വെളുത്തുള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇവിടെ ഞാൻ ഇത് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ശകലം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ടല്ലോ, അതങ്ങിട്ട് കൊടുത്ത് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനെ അടച്ച് വെച്ച് നമുക്കിതിനെ വഴറ്റിയെടുക്കണം. അടച്ച് വെച്ച് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വഴണ്ട് കിട്ടും. അതല്ലെങ്കിൽ ഒത്തിരി സമയം നമുക്ക് ഇതിനെ വഴറ്റാനായിട്ട് എടുക്കേണ്ടി വരും. അടച്ച് വെച്ച് വഴറ്റിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ വെച്ച് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്ര ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇനി വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 2 വലിയ തക്കാളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി പെട്ടെന്ന് അങ്ങ് മെൽറ്റായി വരും. ഇവിടെ തക്കാളി നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കയ്യിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് വെള്ളം ഇച്ചിരി കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി 2ആയിട്ട് മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. 4 മുട്ടയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. മുട്ടയും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഈ മുട്ടയുടെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റും കൂടെ ഇതിനെ അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന മുട്ട റോസ്റ്റാണ്. ഇപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക.